ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി, നിങ്ങളുടെ സ്വന്തം ENT ഡോക്ടർ. അപ്പം ഇനി ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്, ENT 911. സോ നമ്മുടെ ENT OPD വരുന്ന കോമൺ ആയിട്ട് വരുന്ന കേസസും പിന്നെ അതിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റ്, ഫസ്റ്റ് എയ്ഡുകൾ മാത്രമായിരിക്കും നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചെവിനകത്ത് പ്രാണി പോകുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഊറുമ്പോൾ ചിലപ്പോൾ പാറ്റയോ ഈച്ചയോ ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാണികളില്ല, അതൊക്കെ പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാറ്? ആ കണ്ട സാധനമൊക്കെ ചെവിയിലെടുത്തിട്ട് കുത്തും. പിന്നെ ചില ആൾക്കാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, ചൂട് എണ്ണ ഒഴിക്കും, ചൂട് വെള്ളം ഒഴിക്കുന്നു, ഉപ്പ് വെള്ളം ഒഴിക്കുന്നു, അങ്ങനെ പല രസകരമായ സംഭവങ്ങളും OPD കാണാറുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ പാനിക് ആവാതിരിക്കാം. കുഞ്ഞുങ്ങൾ ചെവിയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ നിങ്ങൾ പാനിക് ആവാതിരിക്കാം. നമ്മൾ ഈ ഉള്ളിൽ കയറിയിട്ടുള്ള പ്രാണി മൂവ് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഭയങ്കര മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് സെഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെഡ് ആക്കാനോ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിനെ കൊല്ലാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രോപ്സ്, അതായത് ഈ വാക്സിൻ്റെ ഡ്രോപ്സ് ഇല്ലേ, അത് വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചാലും മതി, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഈ ഓയിൽ ചൂടാക്കി ഒഴിക്കുക, വെള്ളം ചൂടാക്കി ഒഴിക്കുക, ഇതൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ കേസ്. അപ്പോൾ ജസ്റ്റ് ഓയിൽ 2-3 ഡ്രോപ്പോ അല്ലെങ്കിൽ ഈ ഡ്രോപ്പോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് സെഡക്റ്റ് ആവും, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഡെഡ് ആവും. ഡെഡ് ആയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് ട്രൈ ചെയ്യേണ്ട. അത് പാടയോ അപ്പുറത്തുള്ള സ്ട്രക്ചേഴ്സോ ഒക്കെ ചിലപ്പോൾ ഇഞ്ചുറി ആക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ENT ഡോക്ടറെ ചെന്ന് കണ്ട് അവർ ക്യാമറ വഴി നോക്കി അതിനെടുത്ത് നിങ്ങളുടെ കൈ തന്നോളും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇൻ കേസ് അത് അനങ്ങുന്നില്ല, അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തലയൊന്ന് ചെരിച്ച് നോക്കി, ചിലപ്പോൾ അത് താനെ ഇറങ്ങിപ്പോയിക്കോളൂ. പിന്നെ ചില ആൾക്കാർ ഈ ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഓടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതൊക്കെ ഒരു ചാൻസ് എടുക്കുന്നത് മാത്രമാണ്, ചിലപ്പോൾ അത് ഉള്ളിലേക്കായിരിക്കും പോവുക. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വഴി ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു പുട്ട് ദിസ് ഡ്രോപ്സ്. എന്നിട്ട് അത് ഡെഡ് ആയതിനു ശേഷം അതിനെ വിഷ്വലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പം നെക്സ്റ്റ് ടൈം ഇനി പ്രാണി പോയി കഴിഞ്ഞാൽ ആരും പേടിക്കണ്ട. കുറച്ച് ഓയിൽ എടുക്കുക, ഇടുക, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് പോവുക, അതിനെടുക്കുക. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.